രമേശ് ശിവരാമൻ പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. കോഴിക്കോട് സ്വദേശി അബ്ദുറഹീം സൗദിയിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാത്ത് കേരളം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിച്ചതിന് പിന്നാലെ സൗദിയിലെ ഇന്ത്യൻ എംബസി തുടർ നടപടികളിലേക്ക് കടന്നു. വാദിഭാഗം അഭിഭാഷകനുമായി എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അടുത്ത ദിവസം കൂടിക്കാഴ്ച നടത്തും. അബ്ദുറഹീമിന്റെ മോചനത്തിനാവശ്യമായ വൻ തുക ചുരുങ്ങിയ സമയം കൊണ്ടാണ് മലയാളി സമാഹരിച്ചത്. ഈ തുക റിയാദിൽ അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച ബാലന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് മോചനം സാധ്യമാക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം. ഇനിയുള്ള നടപടിക്രമങ്ങൾ സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലായിരിക്കും. മോചനദ്രവ്യവുമായ 15 മില്യൺ റിയാൽ സമാഹരിച്ച വിവരം വാദിഭാഗം അഭിഭാഷകനെ എംബസി അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വാദിഭാഗവും പ്രതിഭാഗവും ചേർന്ന് അബ്ദുറഹീമിന് വധശിക്ഷ വിധിച്ച കോടതിയെ സമീപിക്കും. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗം കോടതിയെ അറിയിക്കും. മാപ്പ് നൽകുന്നതിനെതിരെ അപ്പീൽ നൽകാൻ കോടതി 1 മാസത്തെ സമയം അനുവദിക്കും. ഈ സമയപരിധി പൂർത്തിയായ ശേഷം വിചാരണ കോടതി മേൽക്കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. വധശിക്ഷ ഒഴിവാക്കാൻ മേൽക്കോടതി അനുമതി നൽകിയ ശേഷമാകും 15 മില്യൺ റിയാൽ മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറുക. ഇതോടെ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയും ജയിൽ മോചിതനാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകാൻ 2 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും എന്നാണ് സൂചന. യൂസഫ് കാക്കഞ്ചേരിയാണ് മോചനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കായംകുളത്തെ NTUC നേതാവ് സത്യൻ കൊലപാതകത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. CPIM നേരിട്ട് നടത്തിയ കൊല എന്ന വെളിപ്പെടുത്തൽ നടത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം വിപിൻ സി ബാബുവിന്റെ മൊഴിയെടുക്കണം എന്നാണ് ആവശ്യം. ആലപ്പുഴ DCC അധ്യക്ഷൻ ബാബു പ്രസാദാണ് പരാതി നൽകിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ മനീഷ് മെഹ്വാൽ ചേരുന്നുണ്ട്. അതിനു മുൻപ് KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിലേക്ക്. CPMന്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് പറയുന്നത് നിസ്സാരണക്കാരനല്ല, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ ആളല്ല. അപ്പോൾ ഇതിൽ ഒരു പുനരന്വേഷണം ആവശ്യമായി വന്നിരിക്കുന്നു. അടിയന്തരമായി പുനരന്വേഷണത്തിലേക്ക് പോകണം, ഗവൺമെൻറ് പോകണം, പിണറായി വിജയൻ അതിന് തയ്യാറാകണം. അതിന് ആ രൂപത്തിലില്ല. ഇതിൻ്റെ ഈ പുനരന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കൂടെ നടക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ഇതിൽ മറ്റൊരു രൂപത്തിലേക്കാകാം. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരണം. നിയമത്തിൻ്റെ മുന്നിൽ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്നേ മതിയാകൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. മനീഷ് മെഹ്വാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, തെരഞ്ഞെടുപ്പ് കാലമാണ്, CPIMന് കുരുക്കാവുകയാണല്ലോ ആരോപണവും ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ നടപടികളും. ഉന്മേഷ്, ശരിക്കും കോൺഗ്രസ് ആയുധമാക്കുകയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. അതായത് മുൻ CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വിപിൻ സി ബാബുവാണ് തന്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച കത്തിൽ വിവാദ പരാമർശമുള്ളത്. അതായത് 2001 നടന്ന INTC നേതാവ് സത്യൻ കൊലപാതകം CPIM നേരിട്ട് നടത്തിയ കൊലപാതകമാണെന്ന പരാമർശമാണുള്ളത്. പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകത്തിൽ 19ാം വയസ്സിൽ താൻ 60 ദിവസം നിരപരാധിയായിരുന്നിട്ടും ജയിൽവാസം അനുഭവിച്ചു എന്ന പരാമർശമാണ് പാർട്ടിയെ വെട്ടിലാക്കുന്നത്. ഇതിലാണ് പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായി DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ആലപ്പുഴ DCC അധ്യക്ഷൻ ബാബു പ്രസാദാണ് ഇന്നലെ രാത്രിയിൽ മെയിലിൽ DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഒപ്പം തന്നെ ഇവരെ വിപിൻ സി ബാബുവിന്റെ മൊഴിയെടുത്ത് ഈ നടപടി മറ്റു നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണുള്ളത്. വിപിൻ സി ബാബുവിനെ നേരത്തെ പാർട്ടി നടപടിയെടുത്തിരുന്നു. ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിലായിരുന്നു പാർട്ടി 6 മാസത്തേക്ക്. ശരി മനീഷ്, ഏതായാലും ഇപ്പോൾ ഈ ആരോപണത്തിന് തൊട്ടു പിന്നാലെ അത് കോൺഗ്രസ് രാഷ്ട്രീയായുധമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മനീഷ് മെഹ്വാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറം ചങ്ങരംകുളത്ത് വാഹനാപകടത്തിൽ 1 മരണം, 4 പേർക്ക് പരിക്കേറ്റു. ആനക്കര സ്വദേശി ശ്രീരാഗ് മരിച്ചു. നിയന്ത്രണം വിട്ട കാർ ശ്രീരാഗ് സഞ്ചരിച്ച കാറിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. 6 അംഗ സംഘം സഞ്ചരിച്ച കാറാണ് അപകടമുണ്ടാക്കിയത്. രാത്രി 11 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്.
പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI ഇന്ന് ഹോസ്റ്റലിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. CBIക്ക് കീഴിലുള്ള പ്രത്യേക ഫോറൻസിക് സംഘമാണ് പരിശോധന നടത്തുക. JS സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന പരാതി ബന്ധുക്കളടക്കം ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന. JS സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഇതിന്റെ വാതിൽ പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ JS സിദ്ധാർത്ഥനെ കണ്ടെത്തിയത് എന്നാണ് വിദ്യാർത്ഥികൾ അടക്കം മൊഴി നൽകിയത്. ഇതിൽ വ്യക്തത വരുത്താനാണ് പരിശോധന. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. പൂരത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ദേശങ്ങൾ പൂരാവേശത്തിലലിയാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് 19-ന് തൃശൂർ പൂരമെത്തും. ഇന്നു കൊടിയേറുന്നതോടെ തൃശൂർ ഇനി ഉത്സവലഹരിയിലാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11:30-നും 11:45-നും ഇടയ്ക്കും പാറമേക്കാവിൽ ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയ്ക്കാണ് കൊടിയേറുക. ഘടകക്ഷേത്രങ്ങളിൽ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം. അയ്യന്തോളിൽ രാവിലെ 11-നും 11:15-നും ഇടയ്ക്കും, ചെമ്പുക്കാവിലും കണിമംഗലത്തും വൈകിട്ട് 6-നും 6:15-നും ഇടയ്ക്കും, പനമൂക്കുംപിള്ളിയിലും പൂക്കാട്ടിക്കരയിലും വൈകിട്ട് 6:15-നും 6:30-നും ഇടയ്ക്കുമാണ് കൊടിയേറ്റം. ചൂരാട്ടുകാവിൽ വൈകിട്ട് 6:45-നും 7-നും ഇടയ്ക്ക് കൊടിയേറും. ഏറ്റവും അവസാനം കൊടിയേറുന്നത് നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ്. 24 തൃശൂർ. കണിക്കൊന്ന ചൂടി മേടം പടിവാതിൽക്കലെത്തി. വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. വിഷുക്കാലത്ത് പടക്ക വിപണിയും സജീവമാണ്. വിഷുവിപണികളിലും പുതുമയുടെ കാലമാണ്. പച്ചക്കറിയും കണിസാധനങ്ങളുമൊക്കെ വാങ്ങാൻ നഗരത്തിലെമ്പാടും ആൾ തിരക്ക്. പടക്കങ്ങൾക്കും വിഷുക്കാലത്ത് ഡിമാൻഡ് ഏറെ. തിരുവനന്തപുരം പൂഴിക്കുന്നിലെ ആശാന്റെ കടയിൽ വിഷുവിനായി എത്തിയിരിക്കുന്നത് പുതുമ നിറഞ്ഞ പടക്കങ്ങൾ. ഇവ ഒരുക്കുന്നതാകട്ടെ വർണ്ണവിസ്മയങ്ങളുടെ പൂക്കാലം. മയിൽപ്പീലിക്കാഴ്ച ഒരുക്കുന്ന പീകോക്ക്, ട്രഡീഷണൽ ഡാൻസ്, ബാറ്റ് ആൻഡ് ബോൾ തുടങ്ങിയ വൈവിധ്യങ്ങളുടെ വലിയ നിരയുണ്ട് പൂഴിക്കുന്നിൽ. ഇത് തോക്ക്, ഇത് ബാറ്റ്. ഇത് രണ്ടും കൊച്ചുകുട്ടികൾ പോലെയാണ്. കയ്യിൽ വെച്ച് കത്തിച്ചാണ് ഒന്നും സംഭവിക്കുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് ബാറ്റും അതുപോലെ തന്നെ ഇവിടെ കത്തിക്കുന്നത്. വീട്ടിൽ പിടിച്ചാൽ മതി, വേറെ ഒന്നും സംഭവിക്കില്ല. എല്ലാം 100 രൂപ ആ റേഞ്ച് തന്നെയല്ല. ഇത് കലത്തിൻ്റെ വേറൊരു മോഡല്. പിന്നെ ഇതിൽ തന്നെ 4-5 ഐറ്റം ഉണ്ട്. ഈ കമ്പിത്തിരി എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെടി കേൾക്കുന്നതാണ്, സൗണ്ട് കേൾക്കും. പക്ഷേ ദേഹത്തൊന്ന് വീണാൽ മുടി പോലും കരിയില്ല. പിന്നെ ഉള്ളത് വിസിൽ റോക്കറ്റ്, ഇത് പൂവുന്നിലാവ് പോലെ വീഴുന്ന കമ്പിത്തിരി, പുതിയ ഐറ്റമാണ്. പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന വിഷു തെക്കനില്ലെങ്കിലും അന്യജില്ലക്കാർ ധാരാളമായി എത്തുന്നുണ്ട്. വിഷുവിന് മാത്രമായല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പടക്കങ്ങൾ മുന്നിൽ തന്നെ. ദൂരെ നിന്നുള്ള ആൾക്കാരാണ് ഒന്ന് വാങ്ങിക്കുന്നത്. തിരുവനന്തപുരം ജില്ലക്കാർ കുറവാണ് വാങ്ങിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിലും ട്രാൻസ്പോർട്ടിലും റെയിൽവേയിലൊക്കെ ജോലി ചെയ്യുന്ന ദൂരെ, അതായത് എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ആ ഏരിയയിൽ നിന്ന് കൂടുതലൊന്നും പടക്കം കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഇപ്രാവശ്യം കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും. ശബ്ദത്തിന്റെ ആഘോഷം കൂടിയാണ് വിഷു. വില അല്പമൊന്ന് കടുത്താലും പടക്കമില്ലാതെ എന്ത് വിഷു? അഭിലാഷ് തൊഴുവൻകൂടിനും യദുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. നേരത്തെ പൂത്ത് കൊഴിഞ്ഞു തീരാതായ കണിക്കൊന്നയോർത്ത് വിഷമിക്കേണ്ട. കണിയൊരുക്കാൻ തണ്ട് നിറയെ ഇലകളും പൂക്കളുമായി പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണിയിൽ റെഡിയായി കഴിഞ്ഞു. പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്നപ്പൂക്കളാണ് വിപണികളിൽ എത്തിയത്. മഴ നനഞ്ഞു തെളിഞ്ഞ ചാലക്കമ്പോളത്തിൽ വിഷുവിന് ഒരു കൂട്ടമൊരുക്കാനുള്ള ആൾത്തിരക്കാണ്. പഴങ്ങളും പച്ചക്കറികൾക്കുമൊപ്പം വിഷുവൊരുക്കാനെത്തുന്നവരുടെ സഞ്ചിയിൽ ഇടം പിടിക്കുന്ന മറ്റൊന്നുകൂടെയുണ്ട്: പ്ലാസ്റ്റിക് കൊന്നകൾ. ഒരു ഇതിൽ വന്നിട്ട് 3 പീസ് കാണും, 3 ലെയേഴ്സ് ഓഫ് ഫ്ലവർ കാണും. അതിനാണ് 35 രൂപയ്ക്ക് കൊടുക്കുന്നത്. ബാംഗ്ലൂരിലൊക്കെയാണ് ഇത്. ഡയറക്റ്റ് ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം വിഷു അടുത്താറായപ്പോഴത്തേക്ക് സ്റ്റോക്ക് എല്ലാം തീർന്നു. ഇപ്പം ഇല്ല, സ്റ്റോക്ക് കുറവാണ്.
പ്ലാസ്റ്റിക് കണിക്കൊന്ന എന്നാണ് പേരെങ്കിലും പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഇതിൽ മഞ്ഞ കളർ നമ്മുടെ പൂവിൻ്റെ ഇത് കോട്ടൺ തുണിയാണ്. മറ്റ് ഇലയും അതിൻ്റെ മറ്റു ഭാഗങ്ങൾ മാത്രമാണ് പ്ലാസ്റ്റിക്. ഇത് ഇവരുടെ ആവശ്യപ്രകാരം ബംഗളൂരുവിൽ നിന്നാണ് ഉണ്ടാക്കിയാണ് ഈ സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കൊല്ലം വിഷുവിന് മുന്നേ പ്ലാസ്റ്റിക് കൊന്നകൾ വിറ്റുതീർന്നു. ഇക്കുറിയും ആവശ്യക്കാരുണ്ട്. കാലാവസ്ഥയിലെ മാറ്റം കാരണം കണി കാണാൻ പോലുമില്ല ഒറിജിനൽ കൊന്നപ്പൂക്കൾ. ഒറിജിനൽ കൊന്ന കുറവാണ്. ഒറിജിനൽ തന്നെ കഴിഞ്ഞാണ് കുറവായിരുന്നു. എല്ലാം അതാണ് വാങ്ങിച്ചോണ്ട് പോയത്, പ്ലാസ്റ്റിക്. അല്ലെങ്കിൽ മഴയുടെ വരുമ്പോഴത്തേക്ക് നിൽക്കുന്ന പൂ അത്രയും തൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മാങ്ങയും ചക്കയും ഇതൊക്കെ കാണത്തുള്ളൂ. പ്ലാസ്റ്റിക്കാണ് പോയി. കാര്യം മഴ പെയ്തേച്ചാൽ നിൽക്കത്തില്ല. മഴ പെയ്തിലേക്ക് കൊന്നപ്പൂ കിട്ടും. വിഷുവിന് എന്തായാലും മഴ പെയ്യും, കൊന്നപ്പൂ തൊഴിഞ്ഞു പോകും. ആരും പിന്നെ നോക്കാൻ പോകത്തില്ല. പ്ലാസ്റ്റിക് വഞ്ചിയിടാൻ നോക്കും. അതിന്റെ ബാക്കിൽ നിന്ന് മെനക്കെടാൻ നിൽക്കത്തില്ല. മലയാളിയുടെ പതിവ് തെറ്റിക്കുന്നതാണെങ്കിലും കൊന്നയില്ലാതെ വിഷു പൂർണ്ണമാകില്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കേന്ദ്രീകരിച്ചാണ്. CMRL MDക്കും ഉദ്യോഗസ്ഥർക്കും അയച്ച സമൻസിൽ വീണയ്ക്കെതിരായ തെളിവുകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമൻസിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. CMRL MD ശശിധരൻ കർത്ത, മാനേജർ ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു, CFO സുരേഷ് കുമാർ എന്നിവർക്കയച്ച നോട്ടീസിലാണ് ED അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളെ ലക്ഷ്യമിട്ടുള്ളതെന്ന് വ്യക്തമാകുന്നത്. എക്സാലോജിക്കും വീണയുമായുള്ള CMRLന്റെ കരാറുകളുടെ പകർപ്പ് ഹാജരാക്കാൻ സമൻസിൽ നിർദ്ദേശം. CMRLന് എക്സാലോജിക്, വീണ എന്നിവർ നൽകിയ സേവനങ്ങളുടെ ഇൻവോയ്സും തേടിയിട്ടുണ്ട്. വീണ, എക്സാലോജിക് എന്നിവരുമായി CMRL നടത്തിയ പണമിടപാടുകളുടെ ലെഡ്ജർ ബുക്ക് ഹാജരാക്കാനും ED നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ED അന്വേഷണം ആരംഭിച്ചത്. CMRLുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ED തേടുന്നതെന്നാണ് ആദ്യം ലഭിച്ച സൂചനകൾ. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ലക്ഷ്യമിട്ടാണ് അന്വേഷണമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. 24 കൊച്ചി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നോമ്പും പെരുന്നാളും കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന് പൊന്നാനി. അബ്ദുൾ സമദാനിക്ക് വേണ്ടി പ്രചാരണം ശക്തമാക്കി മുസ്ലിം ലീഗും UDFും. KS ഹംസയുടെ പ്രചാരണത്തിന് ആവേശം പകരാൻ മുഖ്യമന്ത്രിയും ഉടൻ മണ്ഡലത്തിലെത്തും. നോമ്പ് കാലം കഴിഞ്ഞതോടെ റോഡ് ഷോകളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. കുടുംബയോഗങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥനയും ചെറുപ്രസംഗങ്ങളുമായി കവലകളിൽ നിന്ന് കവലകളിലേക്ക് കുതിക്കുകയാണിപ്പോൾ. UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദാനിയുടെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ലീഗ് നേതാക്കൾ എല്ലാം സമദാനിക്കായി കളത്തിലുണ്ട്. ഈ ഉപവാസ മാസക്കാലത്തുണ്ടായിരുന്ന ഒരു സമയക്രമീകരണം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ സമയക്രമീകരണത്തിൻ്റെ ആവശ്യമില്ല. രാവിലെ മുതൽ ഇനി അങ്ങ് ഇറങ്ങി പര്യടനമാണ് എല്ലാ സ്ഥലത്തും. പിന്നെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. LDF സ്ഥാനാർത്ഥി KS ഹംസ പെരുന്നാൾ അവധി കഴിഞ്ഞ് ഇന്നലെ പ്രചാരണം പുനരാരംഭിച്ചു. മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് ഹംസ പറയുന്നത്. ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത് മറുഭാഗത്ത് വലതുപക്ഷത്തിന് എന്തിനു വേണ്ടി വോട്ട് വിജയിപ്പിക്കണം. രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രചാരണം കൊഴുപ്പിക്കാനായി മുഖ്യമന്ത്രി 18-ന് മണ്ഡലത്തിലെത്തും. തൃത്താലയിലും താന്നൂരിലും തവനൂരിലും റാലികളിൽ പങ്കെടുക്കും. MA ബേബിയും സുഭാഷിണി അലിയും ബിനോയ് വിശ്വവും ഹംസക്കായി വോട്ട് തേടും. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ കളത്തിലിറക്കാനാണ് NDAയുടെ നീക്കം. 24 തിരൂർ. 24ന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ വൈകിട്ട് 4 മുതൽ 5 വരെയാണ് പരിപാടി. LDFിന് വേണ്ടി S ജയമോഹനും UDFിനായി ജ്യോതികുമാർ ചാമക്കാലയും NDAയ്ക്ക് വേണ്ടി BB ഗോപകുമാറും പങ്കെടുക്കും. അനുജ രാജേഷാണ് അവതാരക. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയെ CBI ഇന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ കവിതയിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് CBI. നേരത്തെ തിഹാർ ജയിലിൽ നടത്തിയ ചോദ്യം ചെയ്യലുമായി K കവിത സഹകരിച്ചില്ല എന്നാണ് CBI കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചത്. മദ്യ കമ്പനികളിൽ നിന്ന് 100 കോടി രൂപ ശേഖരിച്ചതിൽ കവിതയുടെ പങ്ക്, ഇൻഡോ സ്പിരിറ്റ്സ് കമ്പനിയിലെ ബിനാമി നിക്ഷേപം എന്നിവ സംബന്ധിച്ച വിശദമായ ചോദ്യാവലി തയ്യാറാക്കി എന്നാണ് വിവരം. അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും. EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തിങ്കളാഴ്ച
തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിച്ചേക്കും. പ്രഭാത വാർത്തയിലേക്ക് തിരികെ. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി ഇന്നലെ വിവിധ ജില്ലകളിൽ മഴ പെയ്തു. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു. എങ്കിലും സംസ്ഥാനത്ത് ചൂടിന് ശമനമുണ്ടാകില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ മാസം 16 വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം സമരം ചെയ്ത ഉദ്യോഗാർത്ഥികൾ പെരുവഴിയിലായി. ഇന്നലെ അർദ്ധരാത്രി വരെ സമരം ചെയ്തിട്ടും റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുന്നതിൽ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണും. കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. എയ്ഡഡ് പ്രീ പ്രൈമറി മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട അധ്യാപകർ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. അനുകൂല ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് ഭൂരിഭാഗം അധ്യാപകരും. ഞാൻ ഒരു എയ്ഡഡ് സ്കൂളിലെ പ്രീ പ്രൈമറി ടീച്ചറാണ്. 21 വർഷമായി ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിലവിലിപ്പം 21 വർഷമായി എനിക്ക് 6000 രൂപയാണ് എൻ്റെ വരുമാനം. അപ്പോൾ ഇതുപോലും കിട്ടാത്ത എത്രയോ ടീച്ചർമാരുണ്ട്. ചുരുങ്ങിയത് 2500, 3000 ഒക്കെ കിട്ടുന്നവരും ആ ഒരു വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്നവരൊക്കെ ഈ മേഖലയിൽ എത്രയോ ഉണ്ട്. ഇത് വനജയുടെ മാത്രം പ്രശ്നമല്ല. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിത ദുരിതമാണിത്. ഇതിന് പരിഹാരം തേടിയാണ് സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നത്. അതുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം വോട്ട് ബഹിഷ്കരണത്തിലൂടെ രേഖപ്പെടുത്താനാണ് തീരുമാനം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇനിയായിരിക്കും മുന്നോട്ട് പോവുക. മാത്രമല്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സൂചനാ സമരം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പം പല ടീച്ചേഴ്സും ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഏകീകൃത സിലബസ്, എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണം, നിശ്ചിത സാലറി, അങ്ങനെ ആവശ്യങ്ങൾ നിരവധിയുണ്ട്. ഗതികേട് കൊണ്ട് വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങുന്ന ഇവർക്കു നേരെ സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് ആവശ്യം. 24 കോഴിക്കോട്. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ വിഭാഗത്തിൽ 4 പോയിന്റുമായി ഡി ഗുഗേഷും ആർ പ്രജ്ഞാനന്ദ 4 പോയിന്റുമായി വിദിജ് ഗുജറാത്തി 6 സ്ഥാനങ്ങളിലാണ് നിലവിൽ. വനിതകളിൽ 2.5 പോയിന്റുമായി കൊനേരു ഹംപി 6, 2 പോയിന്റുമായി ആർ വൈശാലി 8ാം സ്ഥാനത്തുമുണ്ട്. പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചാടിയവരെ കണ്ടെത്താനായില്ല. ലോറി ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയത്. ഇന്ന് 8 മണിയോടെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും. മനീഷ് മഹിവാലുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമേഷ്, ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിന്റെ മുകളിൽ നിന്നും 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയും യുവാവും പൂക്കൈത ആറിലേക്ക് ചാടിയെന്ന് ലോറി ഡ്രൈവർ നെടുമുടി പോലീസിൽ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പുലർച്ചെ തന്നെ പോലീസും സ്ഥലത്തെത്തി, ഫയർഫോഴ്സും ഒപ്പം തന്നെ സ്കൂബ ഡൈവ് ടീമും അവിടെ എത്തി 12 മണിക്കൂറാണ് ആറ്റിൽ തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് തിരുവനന്തപുരത്തെത്തിയ ലോറി ഡ്രൈവറെ ഇവിടെ ആലപ്പുഴയിലേക്ക് തിരിച്ചു വിളിപ്പിച്ചു. ഇവിടെ എത്തി എവിടെ വെച്ചാണ് ചാടിയതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇതിന് പ്രകാരം ആവശ്യപ്പെട്ടു. മറ്റൊരു ഡ്രൈവർ കൂടി. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരൻ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. മലപ്പുറം മുതുപറമ്പിൽ താമസിക്കുന്ന മുഹമ്മദ് ഷാമിലിന്റെ ചികിത്സയാണ് പണമില്ലാത്തതിനാൽ വഴിമുട്ടിയത്. 3 കോടി രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടത്. കളിയും ചിരിയുമായി നടന്നിരുന്ന ഷാമിൽ മോൻ പെട്ടെന്നാണ് കിടപ്പിലായത്. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഷാമിലിന്റെ അരയ്ക്ക് താഴെ തളർന്നു. പരസഹായമില്ലാതെ നടക്കാനാകില്ല. തിരുവനന്തപുരം SIT ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. അപ്പോൾ അവന് എത്രയും പെട്ടെന്ന് നമുക്ക് ആ 25 ലക്ഷത്തിൻ്റെ ആ മരുന്ന് ഡോസ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ആദ്യത്തെ നടക്കുന്ന പോലെ നമുക്ക് പതുക്കെ അവൻ എത്തിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അല്ലെങ്കിൽ ഞങ്ങൾ മോന് പറ്റ നടക്കാൻ കഴിയാതെ കിടപ്പിലായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ മരുന്നൊക്കെ കിട്ടാൻ എല്ലാവരെയും സഹായമൊക്കെ ആവശ്യമാണ്. മുഹമ്മദ് ഷാമിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പരമാവധി സുമനസ്സുകളിൽ നിന്ന് പണം ശേഖരിക്കുന്നുണ്ട്.
ഷാമിലിന്റെ കുടുംബത്തിന് 3 കോടി രൂപ എന്നത് താങ്ങാൻ കഴിയാത്ത തുകയാണ്. 72 ലക്ഷം വരുമ്പോൾ കുട്ടിക്ക് മിനിമം ഒരു 4 വർഷമെങ്കിലും, അതായത് കുട്ടിക്ക് ഒരു 18 വയസ്സ് തികഞ്ഞവരെങ്കിലും തുടർച്ചയായി കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കണക്കൂട്ടിയ ഒരു 3 കോടി രൂപ ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെലവ് വരുന്നുണ്ട്. അത് ഒരു നിലക്കും ഈ കുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബത്തെ കൊണ്ടോ, അത് മാത്രമല്ല ഞങ്ങളുടെ ഈ നാടിനെ കൊണ്ടോ സാധ്യമല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു ജനകീയ സമിതി വിളിച്ചു ചേർത്തു. അവിടുന്ന് ജനകീയ സമിതിക്ക് രൂപം കൊടുത്തു. മലയാളികൾ ഒന്നിച്ചാൽ ഈ പണം കണ്ടെത്താം. ഷാമിലിന്റെ പഴയ കളിയും ചിരിയും വീണ്ടെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. 24 മലപ്പുറം. ഇനിയിപ്പോൾ കിട്ടിയത് ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ കെജ്രിവാളിന്റെ ഹർജി തിങ്കളാഴ്ച വീണ്ടും മെൻഷൻ ചെയ്യാൻ തീരുമാനം. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമെന്ന രീതിയിൽ അവതരിപ്പിക്കും. തിരിച്ചടിക്ക് സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ BJP. ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരിച്ചടിക്ക് സാധ്യതയെന്ന് വിലയിരുത്തൽ. ഇറാൻ വിട്ടുപോകണമെന്ന പൗരന്മാർക്ക് നിർദ്ദേശം നൽകി ജർമ്മനി. നിർദ്ദേശം ഇസ്രയേലിനെ ഏത് നിമിഷവും ഇറാൻ ആക്രമിച്ചേക്കുമെന്ന വിവരത്തെ തുടർന്ന്. പ്രഭാത വാർത്ത പൂർത്തിയാകുന്ന ഇനി വെരി ഗുഡ് മോർണിംഗുമായി സ്മിത ഹരിദാസും ക്രിസ്റ്റീന ചെറിയനും.